ഹായ്. അപ്പോൾ സോങ് ഓഫ് എ ഡ്രീം എന്ന നമ്മുടെ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റൽ പോർഷനൊക്കെ നമ്മൾ കവർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഞാനിവിടെ ആദ്യം പറയുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻ ഹർ ഡ്രീം ദ പോയറ്റ് സ്റ്റുഡ് ഇൻ എ മാജിക്കൽ വുഡ്. ഹാവ് യു എവർ ബീൻ ടു എ ലാൻഡ് ഓഫ് ഇമാജിനേഷൻ ഇൻ യുവർ ഡ്രീം? ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇവിടെ നമ്മുടെ കവയിത്രി ആരാണ്? സരോജിനി നായിഡു അല്ലേ? അപ്പം സരോജിനി നായിഡു കണ്ട സ്വപ്നത്തിൽ അവർ ഒരു മാജിക്കൽ വുഡിലായിരുന്നു, ഒരു മാന്ത്രിക ലോകത്തിൽ, ഒരു മാന്ത്രിക ഫോറസ്റ്റിലായിരുന്നു അവർ ആ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്വപ്നത്തിലും അത്തരത്തിലുള്ളൊരു സാങ്കല്പിക ലോകം നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വട്ടെങ്കിലും നമ്മൾ അത്തരത്തിലുള്ളൊരു സ്വപ്നം കാണാതെ ഇരുന്നിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ ആൻസർ നമുക്ക് നോക്കാം. യെസ്, ഐ ഹാവ്. വൺസ് ഇൻ മൈ ഡ്രീം ഐ വെൻറ്റ് ടു എ പ്ലേസ് വേർ എവരി വൺ വാസ് ഹാപ്പി. അപ്പോൾ ഒരിക്കൽ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ ഒരു മായാലോകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ജനങ്ങളൊക്കെ തീർത്തും വളരെ ഹാപ്പിയാണ്. ദേ സ്മൈൽഡ് ഓഫൻ ആൻഡ് ദേ ലുക്ക്ഡ് ഈച്ച് അതർ വിത്തൗട്ട് എനി വെറീസ്. അവർ വളരെ ഹാപ്പിയാണ്, കൂടാതെ അവരുടെ മുഖങ്ങളിൽ യാതൊരുവിധ ദുഃഖങ്ങളോ വിഷമങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ദേ വെൽക്കംഡ് മീ ആൻഡ് ട്രീറ്റഡ് മീ വിത്ത് ലവ്. അവരെന്നെ സ്വാഗതം ചെയ്തു അല്ല, എന്നെ വളരെ നന്നായിട്ട് അവർ പരിചരിച്ചു. എ പീസ്ഫുൾ പ്ലേസ് ഐ എവർ സീൻ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സമാധാനമുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എഴുതാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ആർ ദ സ്പിരിറ്റ്സ് ഓഫ് പീസ്, ട്രൂത്ത് ആൻഡ് ലവ് കമ്പയർഡ് ടു? ഈ പോയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലൈനാണത് അല്ലേ? സ്പിരിറ്റ് ഓഫ് പീസ്, ട്രൂത്ത് ആൻഡ് ലവ്. സമാധാനത്തിൻ്റെ ആത്മാവ്, അതുപോലെ സത്യത്തിൻ്റെ ആത്മാവ്, അതുപോലെ സ്നേഹത്തിൻ്റെ ആത്മാവ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളെ എന്തൊക്കെയായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്, താരതമ്യം ചെയ്തിരിക്കുന്നത്? ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് ഈസ് കമ്പയർഡ് ടു ബേർഡ്സ്. ഇവിടെ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ആരുമായിട്ടാണ്? ബേർഡ്സ് ആയിട്ടാണ്, പക്ഷികളായിട്ടാണ് അല്ലേ? നെക്സ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് ലവ് എന്ന് പറയുന്നത് കമ്പയർ ചെയ്തിരിക്കുന്നത് സ്റ്റാർസുമായിട്ടാണ്, നക്ഷത്രവുമായിട്ടാണ്. ആൻഡ് ദ സ്പിരിറ്റ്സ് ഓഫ് പീസ് ഈസ് കമ്പയർഡ് ടു സ്ട്രീംസ്. ഓക്കെ, അപ്പം സ്പിരിറ്റ്സ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് താരതമ്യം ചെയ്തിരിക്കുന്നത് അരുവിയുമായിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. Why are the spirits of truth compared to birds that sing? അതിൻ്റെ ആൻസർ നോക്കൂ. The spirits of truth are compared to the birds that sing because they proclaim themselves like birds that sing and spread their truthful messages wherever they go. അല്ലേ? അപ്പോൾ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെ ബേർഡ്സുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ദേ പ്രൊക്ലെയിം ദംസെൽസ് ലൈക്ക് ബേർഡ്സ്. പക്ഷികളെ പോലെ അവരെന്താണ് വിളിച്ചു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് അവർ നടക്കുന്നത്. അവരെന്ന് ഉദ്ദേശിക്കുന്നത് ട്രൂത്താണ് കേട്ടോ, സത്യമാണ്. എവിടെ പോയി കഴിഞ്ഞാലും ഈ ബേർഡ്സ് സിങ് ചെയ്തുകൊണ്ടേയിരിക്കും, പാടിക്കൊണ്ടേയിരിക്കും അല്ലേ? അതുപോലെ സത്യം എന്ന് പറയുന്നത് എപ്പോഴും സത്യത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് എവിടെ പോയി കഴിഞ്ഞാലും ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും അവർ കൺവേ ചെയ്യുക എവിടെ പോയി കഴിഞ്ഞാലും. അതുകൊണ്ടാണ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെ ബേർഡ്സുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള കാരണം. ഓക്കെ, അവരെവിടെ ചെല്ലുമ്പോഴും, ബേർഡ്സ് എവിടെ ചെല്ലുമ്പോഴും അവരുടെ ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് അല്ലേ? അവർ പാട്ടുപാടി പറന്ന് നടക്കാറുണ്ട്. അതുപോലെയാണ് ഈ ട്രൂത്തിൻ്റെ സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. അവയും എവിടെ എത്തിക്കഴിഞ്ഞാലും ട്രൂത്ത് എന്ന് പറയുന്നത് തീർത്തും സത്യമാണ്, ഫാക്റ്റാണ് അല്ലേ? അപ്പോൾ അവർ സത്യത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ആ സ്പിരിറ്റ്സ് എവിടെ എത്തിക്കഴിഞ്ഞാലും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെ ബേർഡ്സുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. What does the poet compare the soulful visions to? Comment. അപ്പോൾ ഇവിടെ സോൾഫുൾ വിഷൻസിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് എന്തുമായിട്ടാണ്? വാട്ട് ഡസ് ദ പോയിറ്റ് കമ്പയർ? എന്തുമായിട്ടാണ്? സോൾഫുൾ വിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആത്മാവ് അടങ്ങിയിട്ടുള്ള കാഴ്ചകൾ. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന വിഷൻസ്, നമ്മൾ എന്ത് കാര്യങ്ങൾ കാണുന്നുണ്ടോ അതിലൊക്കെ വളരെ സോൾഫുൾ ആയിട്ടുള്ള, സോൾ എന്ന് പറഞ്ഞ ആത്മാവ് തന്നെയാണ് കേട്ടോ അർത്ഥം. അപ്പോൾ അത്രയ്ക്ക് ജീവനുള്ള ആ ഒരു വിഷൻസ്, അവയെ കമ്പയർ ചെയ്തിരിക്കുന്നത് എന്തുമായിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ പോയിറ്റ് കമ്പയർസ് സോൾഫുൾ വിഷൻസ് ടു ദി ഫ്ലവർ പോപ്പീസ്. അപ്പോൾ പോപ്പീസ് എന്ന് പറയുന്ന ഫ്ലവർ ഉണ്ടല്ലോ, ആ ഫ്ലവറുമായിട്ടാണ് ഈ സോൾഫുൾ വിഷനെ നമ്മുടെ പോയിറ്റ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻടോക്സിക്കേറ്റ് ലൈക്ക് പോപ്പീസ്
ഇത് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ സിമിലി. കാരണം സോൾഫുൾ വിഷൻ എന്ന് പറഞ്ഞാൽ അതിൽ സത്യം മാത്രമേ ഉണ്ടാവുള്ളൂ, സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. കാരണം ആത്മാവ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ട്രൂത്ത് ആണ്, ലവ് ആണ്. അപ്പോൾ അത് അടങ്ങിയിട്ടുള്ള കാഴ്ചകൾ, അത്രയും ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള സോൾഫുൾ ആയിട്ടുള്ള വിഷൻസ്, കാഴ്ചകൾ എന്ന് പറയുന്നതും തീർത്തും എന്തായിരിക്കും? വളരെ സോഫ്റ്റും കൈൻഡും അതുപോലെ വളരെ എന്താണ്? സ്വീറ്റും ആയിരിക്കും അല്ലേ. അപ്പം ഇവിടെ പോപ്പീസ് എന്ന് പറയുന്ന ഫ്ലവർ എന്ന് പറയുന്നത് തീർത്തും ഇൻടോക്സിക്കേറ്റ് ആണ്, വിഷമില്ലാത്തതാണ്. അപ്പം അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് പോപ്പീസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഫ്ലവറുമായിട്ട് നമ്മുടെ സോൾഫുൾ വിഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് എ സിമിലി. ഇവിടെ ഒരു സിമിലിയുടെ എക്സാമ്പിൾ കൂടെ നമുക്ക് കാണാം കേട്ടോ. കാരണം ഇവിടെ ഒരു കമ്പാരിസൺ ആണ് കൊടുത്തിരിക്കുന്നത്. ലൈക്ക് പോപ്പീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോപ്പിയെ പോലെ, പോപ്പീസ് ഫ്ലവേഴ്സിനെ പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിമിലി കൂടെ നമുക്ക് കാണാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. What do the spirits of love do? സ്പിരിറ്റ്സ് ഓഫ് ലവ് അവ ചെയ്യുന്നത് എന്താണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ ആത്മാവ് അല്ലേ. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The stars of the spirits of love gather and gleam round the poet's delicate youth. അപ്പം ഈ ഒരു പോയം എഴുതുന്ന സമയത്ത് നമ്മുടെ കവയത്രി തീർത്തും എന്താണ്? വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ കവിത എഴുതുന്ന ടൈമിൽ കവിയത്രി പറയുന്നത് എന്താണ്? ഈ സ്പിരിറ്റ്സ് ഓഫ് ലവ് എന്ന് പറയുന്നതിനെ സ്റ്റാർസുമായിട്ടാണല്ലോ കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാർസ് ആകുന്ന സ്പിരിറ്റ്സ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ആ ആത്മാക്കൾ, സ്റ്റാർസ് ആവുന്ന ആ സ്നേഹത്തിൻ്റെ ആത്മാവ് എന്താണ്? വളരെ തിളങ്ങിക്കൊണ്ട് പോയിറ്റിൻ്റെ ചുറ്റും, പോയിറ്റിൻ്റെ എന്ന് ഉദ്ദേശിക്കുന്നത് പോയിറ്റ് എന്ന യൂത്ത്ഫുൾ ആയിട്ടുള്ള ആ ലേഡിയുടെ ചുറ്റും എന്താണ്? ഇങ്ങനെ ഗ്യാദർ ചെയ്തിട്ട് ഒരുമിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കവിയത്രി പറഞ്ഞിരിക്കുന്നത്. സ്പിരിറ്റ്സ് ഓഫ് ലവ് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഹൗ ഡസ് ദ പോയിറ്റ് ക്വഞ്ച് ഹെർ ലോങ്ങിങ്? എങ്ങനെയാണ് നമ്മുടെ പോയിറ്റിൻ്റെ ആ ഒരു ലോങ്ങിങ് ഉദ്ദേശിക്കുന്നത് എന്താണ്? പോയിറ്റിൻ്റെ വിഷ് അല്ലേ, അവരുടെ ആഗ്രഹം, അവരുടെ ലക്ഷ്യം, അവരുടെ ഇഷ്ടം, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ പോയറ്റ് ശമിപ്പിച്ചത്, അല്ലെങ്കിൽ അത് നേടിയെടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മുടെ പോയറ്റ് പരിശ്രമിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The poet quenches her longing by bending low by the stream of the spirits of peace that flow. അപ്പം സ്പിരിറ്റ്സ് ഓഫ് പീസ് ഇവിടെ സ്ട്രീം ആയിട്ടാണ്, അരുവിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അരുവിയുടെ പ്രത്യേകത എന്താണ്? എപ്പോഴും നല്ല ഫ്ലോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പോയറ്റിൻ്റെ ആ ഒരു ലോങ്ങിങ്, പോയറ്റിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു വിഷ്, ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ് ശമിപ്പിച്ചത്? ആ അരുവിയാകുന്ന സ്പിരിറ്റ് ഓഫ് പീസ് അല്ലേ, സമാധാനത്തിൻ്റെ ആത്മാവാകുന്ന ആ അരുവിയിൽ നിന്ന് അവർ കുനിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? കൈകളിൽ വെള്ളമെടുത്ത് എന്ത് ചെയ്യാണ്? അത് കുടിക്കുകയാണ്. അത് കുടിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടം എന്നുവെച്ചാൽ അവരുടെ ആ ഒരു ആഗ്രഹം, അവരുടെ ആ ഒരു സ്വപ്നം അവർ ശമിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ഈസ് ദ മാജിക്കൽ വുഡ് റെഫേർഡ് ടു ഹിയർ? ഇവിടെ മാജിക്കൽ വുഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? The magical wood is an ideal, truthful and a peaceful place without any evilness or cruelty. ഇവിടെ മാജിക്കൽ വുഡ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സിമ്പിളാണ്? ഐഡിയൽ, ട്രൂത്ത്ഫുൾ ആൻഡ് പീസ്ഫുൾ, വളരെ സത്യസന്ധമായിട്ടുള്ള, വളരെ ഐഡിയൽ ആയിട്ടുള്ള, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, സമാധാനമായിട്ടുള്ള, സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന, എല്ലാം കൊണ്ടും പോസിറ്റീവ്സ് മാത്രമുള്ള ഒരു സ്ഥലമാണ് ഈ മാജിക്കൽ വുഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്തുണ്ടാവില്ല? എവിൽനെസ്സോ അല്ലെങ്കിൽ ഒരു ക്രൂവൽറ്റിയോ എന്ന് വെച്ചാൽ പൈശാചികതയോ ഒരു ക്രൂരതയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അവിടെ തീർത്തും പോസിറ്റീവായിട്ടുള്ള സ്നേഹവും സമാധാനവും സത്യസന്ധതയും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ മാജിക്കൽ വുഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്നത് ഇതിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം കേട്ടോ. ഡിസ്കസ് ദ റെലവൻസ് ഓഫ് സരോജിനി നായിഡൂസ് ഡ്രീം ഇൻ ദ പ്രസന്റ് സിനറിയോ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു പോയത്തിൽ നമ്മൾ സരോജിനി നായിഡുയുടെ ഡ്രീം എന്താണെന്നുള്ളത് കണ്ടു അല്ലേ. അപ്പോൾ ആ ഒരു ഡ്രീമിൻ്റെ, അവർ കണ്ടിരിക്കുന്ന ആ സ്വപ്നത്തിൻ്റെ റിലവൻസ്, അതിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ലൈഫിൽ, നമ്മുടെ എന്താ പറയുക, വർത്തമാന കാലത്തിൽ അവരുടെ സ്വപ്നത്തിന് എത്രത്തോളം റിലവൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്.
Sarojini Naidu dreams of a magical, imaginative land which is free from all evils. അവർ കണ്ടിരിക്കുന്ന ആ ഒരു ലാൻഡ്, അല്ലെങ്കിൽ സ്വപ്നത്തിൽ അവർ കണ്ടിരിക്കുന്ന ആ ഒരു ഭൂമിയുടെ ലാൻഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അത് തീർത്തും മാജിക്കലാണ്, അല്ലെ, മാന്ത്രികമായിട്ടുള്ള ഒരു ലാൻഡാണ്, കൂടാതെ ഇമാജിനേറ്റീവ് കൂടിയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ലാൻഡിൽ ഒരിക്കലും ഒരു പൈശാചിക ശക്തിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പൈശാചികത എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യവും അവർ കണ്ടിരിക്കുന്ന ആ ഒരു സ്വപ്നത്തിൽ കണ്ടിരിക്കുന്ന ആ ഭൂമിയിൽ ഇല്ല. ഓക്കെ, വി ആർ ഓൾസോ ഡ്രീമിങ് അബൌട്ട് ഇന്ത്യ ടു ബിക്കം ആൻ ഐഡിയൽ കൺട്രി. നമ്മളായാലും കാണുന്ന സ്വപ്നം, നമ്മുടെ മാതൃരാജ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നം എന്താണ്? നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് തീർത്തും മാതൃകാപരമായിട്ടുള്ള ഒരു കൺട്രി ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളായാലും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. But unfortunately, our nation reels under several threats, marrying the ideals of truth, love and peace. പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാൽ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ കൺട്രി, നമ്മുടെ രാജ്യം ഒരുപാട് ഭീഷണികൾക്ക് കീഴിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അവിടെ തീർത്തും നമുക്ക് എന്താ, സത്യം അല്ലെങ്കിൽ സ്നേഹം, സമാധാനം, ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. Sarojini Naidu in this poem expresses her desire in the form of a dream and describes the idealized place as the magical wood in the land of sleep. Okay. അപ്പോൾ ഈ ഒരു പോയത്തിൽ സരോജിനി നായിഡു പറയുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ആഗ്രഹമാണ്, അവരുടെ മനസ്സിൽ അവർ എന്താ പറയുക, സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഡിസയറാണ് ഈ ഒരു സ്വപ്നത്തിലൂടെ നമുക്കവർ കാണിച്ചു തരുന്നത്. ഈ പറയുന്നൊരു പോയത്തിൽ അവരിങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അവരുടെ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആഗ്രഹമാണ് ഈ ഒരു സ്വപ്നത്തിലൂടെ അവർ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. In her imaginative world, the abstract values and ideas of truth, love and peace are clearly palpable in nature. അപ്പോൾ ഇവർ കണ്ടിരിക്കുന്ന ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ആ ഒരു ഇമാജിനേറ്റീവ് ലാൻഡിലാണ്, ഇമാജിനേറ്റീവ് വേൾഡിലാണ്, അല്ലെ? റിയൽ ആയിട്ടുള്ള ഒരു വേൾഡിൽ കണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല. ഇങ്ങനെയൊക്കെ എൻ്റെ മദർലാൻഡ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് അവരുടെ ഇമാജിനേഷനിലൂടെ അവർ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യമാണ്. She wants her motherland to be a dreamland free of vices and evil. അപ്പോൾ അവർ കണ്ടിരിക്കുന്ന ആ ഒരു സ്വപ്നത്തിൽ അവരുടെ മദർലാൻഡ് എങ്ങനെയായിരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്? ഇറ്റ് ഈസ് ഫ്രീ ഓഫ് വൈസസ് ആൻഡ് ഈവൽ എന്ന് പറഞ്ഞാൽ പൈശാചികതയും ക്രൂരതയും വിദ്വേഷവും ഒന്നുമില്ലാത്ത, അതിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു ഭൂമിയാണ്, ഒരു ലാൻഡാണ് അവർ സ്വപ്നം കണ്ടിരിക്കുന്നത്. When the poem was published in 1905, India was a British colony. അപ്പോൾ ഈ ഒരു പോയം എഴുതുന്ന സമയം എന്ന് പറയുന്നത് 1905 ആ ഒരു കാലഘട്ടമാണ്. ആ ഒരു സമയത്ത് നമ്മുടെ കൺട്രി ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. Moreover, Sarojini Naidu was not only a poet but also an active participant in the Indian freedom movement, and the poem reflects her intense desire for an ideal motherland. അപ്പോൾ ഈ ഒരു പോയം എഴുതുന്ന സമയത്ത് സരോജിനി നായിഡു എന്ന് പറയുന്നത് വെറൊരു പോയിറ്റ് മാത്രമായിരുന്നില്ല, ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ്, ഒരു പങ്കാളി കൂടെയായിരുന്നു. എന്തിൽ? ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിൽ. ഓക്കെ, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ഒരു ഭാഗം കൂടിയായിരുന്നു, ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു നമ്മുടെ സരോജിനി നായിഡു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയത്തിൽ നമുക്ക് വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവരെത്രത്തോളം നമ്മുടെ മദർലാൻഡ്, നമ്മുടെ കൺട്രി ഇന്ത്യ എത്രത്തോളം ഐഡിയൽ ആയിരിക്കണം എന്ന് അവരാഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. Read the poem again and pick out nouns and verbs and write them in the circles. Add a word or words to describe each. ഓക്കെ, അപ്പോൾ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോയം വായിച്ചിട്ട് അതിൽ നിന്ന് നൗൺസും അതുപോലെ വേർബ്സും എന്ന് പറഞ്ഞാൽ നാമങ്ങളും അതുപോലെ ക്രിയകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത്തരത്തിലുള്ള വേർഡ്സ് എടുത്തിട്ട് ഇവിടെ തന്നിരിക്കുന്ന സർക്കിൾസിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സർക്കിളിൽ എഴുതിയിരിക്കുന്ന ആ ഒരു വേർബിനെയോ നൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അതിനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡ്സോ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്ട്രീം എന്ന് പറയുന്നതും അതുപോലെ ഗ്ലീം എന്ന് പറയുന്ന 2 വേർഡ്സ് ആണ് ഇപ്പോൾ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അരുവി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം അരുവിയുടെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ എന്താണ്? ക്ലിയർ ആയിരിക്കും, അല്ലേ? വളരെ തെളിച്ചമുള്ളതായിരിക്കും. അതുപോലെ ഈ പോയം വായിച്ചിട്ട് വേറൊരു വേർഡ് കിട്ടുന്നുണ്ടെങ്കിൽ ആ വേർഡും അതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് സ്ട്രീമിനെ ഒന്നുകൂടെ ഡിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ഗ്ലീം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബ്രൈറ്റ്ലി എന്ന് തന്നിട്ടുണ്ട്.
ഗ്ലീം ബ്രൈറ്റ്ലി എന്ന് പറയുന്നത് ഒരു വേർഡാണ് അല്ലേ. അതുപോലെ ക്ലിയർ സ്ട്രീം എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്ന് നമ്മുടെ വേർബ്സും നൗൺസും കളക്ട് ചെയ്തതിന് ശേഷം സർക്കിൾ എഴുതിയിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറച്ച് വേർഡ്സ്, അത്തരത്തിലുള്ള കുറച്ച് വേർഡ്സ് നോക്കാം. അപ്പോൾ സ്ട്രീം എന്നുള്ളത് നമ്മളിവിടെ ക്ലിയർ ചെയ്തിട്ട് ക്ലിയർ സ്ട്രീം എന്ന് എഴുതി. നെക്സ്റ്റ് ഡ്രീം എഴുതാം അല്ലെ, ഡ്രീം. അപ്പോൾ ഡ്രീം എന്ന് പറയുന്നതിൽ ഈ പോയം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? അപ്പോൾ ബ്യൂട്ടിഫുൾ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്യൂട്ടിഫുൾ ഡ്രീം എന്നായി. അതുപോലെ നൈറ്റ്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് ഡാർക്ക് എന്ന് എഴുതാം. അപ്പോൾ ഡാർക്ക് നൈറ്റ്. അതുപോലെ സ്പിരിറ്റ് നെക്സ്റ്റ് വേർഡാണ്, അതിനെ ഗുഡ് സ്പിരിറ്റ് എന്ന് എഴുതാം. നെക്സ്റ്റ് വുഡ്, വുഡ് ഇവിടെ മാജിക്കൽ എന്ന ഡിസ്ക്രൈബിംഗ് വേർഡ് ചേർത്തപ്പോൾ മാജിക്കൽ വുഡ് എന്നായി. നെക്സ്റ്റ് ഗ്രോവ്, ഗ്രോവിനെ സേക്രഡ് എന്നുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ് ചേർത്തപ്പോൾ സേക്രഡ് ഗ്രോവ് എന്നായി. നെക്സ്റ്റ് ഗ്യാതർ, അത് ഗ്യാതർ റൗണ്ട്, അതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത് റൗണ്ട് എന്ന ഡിസ്ക്രൈബിംഗ് വേർഡാണ്. നെക്സ്റ്റ് ഗ്ലീം, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ഗ്ലീം ബ്രൈറ്റ്ലി. നെക്സ്റ്റ് സ്റ്റാർസ്, അതിൽ ബ്രൈറ്റ് സ്റ്റാർസ്, സ്റ്റാറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ബ്രൈറ്റ് എന്ന വേർഡ് ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ ബ്രൈറ്റ് സ്റ്റാർസ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും വേർഡ്സ് കിട്ടും, അപ്പം നോക്കുക. ഇനി അടുത്തത്, now let's write sequence about the words in the circles or about any person you like following this pattern. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സീക്വൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സീക്വൻസ് എന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ നമ്മൾ മുകളിൽ സർക്കിൾസിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വേർബ്സും നൗൺസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേതെങ്കിലും ഒരു വാക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് സീക്വൻസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്ത് കാര്യമാവട്ടെ, എന്തിനെ കുറിച്ചും നിങ്ങൾക്ക് സീക്വൻസ് ഉണ്ടാക്കാം. പക്ഷേ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിൻക്വൈൻ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. സിൻക്വൈൻ എന്ന് വെച്ചാൽ എ ഷോർട്ട് പോയം ഓഫ് 5 ലൈൻസ് വിത്ത് ദ ഫോളോയിങ് പാറ്റേൺ. വളരെ ഷോർട്ടായിട്ടുള്ളൊരു പോയം ആയിരിക്കും സിൻക്വൈൻ എന്ന് പറയുന്നത്. അതിൽ 5 ലൈൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, വെറും 5 ലൈൻസ് മാത്രമാണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഒരു നൗൺ ആയിരിക്കും, ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു നൗൺ, ഒരു പെർട്ടിക്കുലർ ഒരു വേർഡ് ആയിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. സെക്കൻഡ് ലൈനിൽ വരിക 2 വേർഡ്സ് ഡിസ്ക്രൈബിങ് ദ നൗൺ, എന്ന് വെച്ചാൽ ആ നൗണിനെ, നമ്മൾ ഫസ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വേർഡിനെ അല്ലെങ്കിൽ ആ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, അതിനെ സൂചിപ്പിക്കുന്ന, അതിനെ വിശേഷിപ്പിക്കുന്ന ഏതെങ്കിലും 2 വേർഡ്സ് ആയിരിക്കും രണ്ടാമത്തെ ലൈനിൽ വരിക. മൂന്നാമത്തെ ലൈൻ ആവുമ്പം 3 വേർഡ്സ് ഷോയിങ് വാട്ട് ദ നൗൺ ഡസ്, ആ നൗൺ ചെയ്യുന്ന കാര്യങ്ങൾ, ആ പറഞ്ഞിരിക്കുന്ന വേർഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ ആക്ഷൻ എന്താണ്, അതായിരിക്കും മൂന്നാമത്തെ ലൈനിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ആൻഡ് ഫോർത്ത് ലൈൻ എന്ന് പറയുമ്പം എ ഷോർട്ട് ഫ്രേസ് അബൌട്ട് ദി നൗൺ എന്ന് വെച്ചാൽ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, നമ്മൾ എന്ത് വേർഡാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അതേക്കുറിച്ച് സമ്മതിക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, അതായിരിക്കും ഫോർത്ത് ലൈനിൽ വരിക. ഫിഫ്ത്ത് ലൈൻ ആവുമ്പോൾ അനദർ വേർഡ് സിനോണിമസ് വിത്ത് ദി നൗൺ, എന്ന് വെച്ചാൽ നൗണിനെ സിനോണിം ചെയ്യുന്ന, അതിൻ്റെ സെയിം മീനിങ് വരുന്ന ഏതെങ്കിലും ഒരു നെക്സ്റ്റ് വേർഡ് ആയിരിക്കും ആ ഫിഫ്ത്ത് ലൈനിൽ. ഇപ്പോൾ ഫസ്റ്റ് ലൈനിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വേർഡ് ഉണ്ടാവില്ലേ, ആ വേർഡിൻ്റെ ഏതെങ്കിലും ഒരു സിനോണിം, ആ വേർഡ് തന്നെ മീനിങ് വരുന്ന വേറെ ഏതെങ്കിലും ഒരു വേർഡ് ആയിരിക്കും ലാസ്റ്റ് ലൈനിൽ വരിക. ഈ ഒരു ഫോമാറ്റിലാണ് നമ്മൾ സിൻക്വൈൻ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു വേർഡ്, ഒരു നൗൺ ആണ് ഇവിടെ പെടുത്തിയിരിക്കുന്ന ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ലൈനിൽ നോക്കൂ, സ്വീറ്റ് ട്രൂത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, ആ ഫ്രണ്ട് എന്ന് പറയുന്ന വേർഡിനെ നമ്മളൊന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്തതാണ്, ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തതാണ് സ്വീറ്റ് ട്രൂത്ത്ഫുൾ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തേതിൽ ആക്ഷൻ ആണ് വരുന്നത്, അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ഷൻ. അപ്പോൾ ഇവിടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ആണ്, കെയറിങ് ആണ്, ഗൈഡിങ് ആണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് കേട്ടോ മൂന്നാമത്തെ ലൈനിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫോർത്ത് ലൈൻ ആവുമ്പം എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കൊടുക്കുക. ഓൾവേസ് ലൈക്ക് എ ഷെയ്ഡ് വിത്ത് അസ്, നമ്മുടെ കൂടെ എപ്പോഴും ഒരു നിഴൽ പോലെ ഉണ്ടാവും. അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ആ ഒരു വേർഡിനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഫോർത്ത് ലൈനിൽ കൊടുക്കുന്നത്. ആൻഡ് ഫിഫ്ത്ത് ലൈനിൽ അതിനെ സിനോണിം ചെയ്യുന്നത് വെച്ചാൽ സെയിം മീനിങ് വരുന്ന ഒരു വേർഡ് എന്ന് പറയുന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലവ് എന്നാണ്, സ്നേഹം എന്നാണ്. ഫ്രണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തുതന്നെയാണ്, സ്നേഹം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കും ഇതുപോലെ നമ്മളോട് ഇതുപോലെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 2-3 എക്സാമ്പിൾ നോക്കാം. അതിൽ ഫസ്റ്റ് എക്സാമ്പിളിൽ സ്നോ അറിയില്ലേ, മഞ്ഞ്. അപ്പോൾ സ്നോ എന്ന വേർഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന 2 വേർഡ്സ് ലവ്ലി,
അതുപോലെ വൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് അവർ ചെയ്യുന്ന ആക്ഷൻ, ഓക്കെ, ഫോളിങ്, ഡാൻസിങ്, ഡ്രിഫ്റ്റിംഗ്. സ്നോ ചെയ്യുന്ന ആക്ഷനാണ് അവിടെ നമ്മൾ മൂന്നാമത്തെ ലൈനിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അതേക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, കവറിങ് എവറിത്തിങ് ഇറ്റ് ടച്ചസ്. ഓക്കെ, ലാസ്റ്റ് വരിക അതിൻ്റെ സിനോണിമാണ്, സ്നോയുടെ സിനോണിമാണ് ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ടീച്ചറാണ്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഡിസ്ക്രൈബിങ് വേർഡ്സ് എന്ന് പറയുന്നത് ഫ്രണ്ട്ലി, അതുപോലെ സിൻസിയർ. അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത് ടീച്ചിങ്, കറക്റ്റിംഗ്, ഗൈഡിങ്. ഇങ്ങനെയല്ല കേട്ടോ, നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വേർഡ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന എന്തിനെക്കുറിച്ചും നിങ്ങൾക്ക് സിങ്ക്വെയിൻ ഉണ്ടാക്കാം കേട്ടോ. അതുപോലെ നെക്സ്റ്റ് വരിക ഓൾവേസ് റെഡി ടു ഹെൽപ്പ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ലാസ്റ്റ് അതിൻ്റെ സിനോണിം, ടീച്ചർ എന്നതിൻ്റെ സിനോണിം ആയിട്ട് നമുക്ക് ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതുപോലെ വേറൊരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. സ്റ്റാർ എന്നുള്ളതാണ് വേർഡ്, പിന്നെ ബ്രൈറ്റ്, റേഡിയൻറ്റ് എന്നത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ആണ്. നെക്സ്റ്റ് അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഷൈനിങ്, ബേണിങ്, ട്വിങ്ക്ലിംഗ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതേക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് മേക്സ് അസ് ഡ്രീമി അറ്റ് ദ നൈറ്റ്. ഓക്കെ, അതുപോലെ സ്റ്റാറിൻ്റെ സിനോണിമാണ് ലൈറ്റ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 2 ആണ് ഐഡൻറ്റിഫൈ ദ കീ മൊമെൻറ്റ്സ് ഇൻ ദ പോയം. ഈ ഒരു പോയത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത്രയും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഫീൽ ചെയ്തത് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിലൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദ പോയറ്റ് ഡ്രീംസ് ഓഫ് ബീയിങ് ഇൻ എ മാജിക്കൽ വുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയറ്റ് സ്വപ്നം കാണുന്നത് എന്താണ്? ഒരു മാജിക്കൽ വുഡിൽ നിൽക്കുന്നതായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അത് തീർത്തും ഒരു കീ മൊമെൻറ്റ് തന്നെയാണ് ഈ ഒരു പോയത്തിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. She is soul deep in visions which sprang like poppies. രണ്ടാമത്തേത് അതാണ് അല്ലേ, അവർ അത്രയും ഡീപ്പായിട്ടുള്ള എന്താണ് അവരുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞിട്ടുള്ള കുറച്ച് വിഷൻസ് ആണ് അവർ ആ ഒരു സ്വപ്നത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ലൈക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പോപ്പീസ്, ആ ഫ്ലവേഴ്സിനെ പോലെയാണ് ആ വിഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ഷീ കൺസിഡേഴ്സ് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ആസ് ദ ബേർഡ്സ് ദാറ്റ് സാങ്. അപ്പോൾ സ്പിരിറ്റ് ഓഫ് ട്രൂത്തിനെ കുറിച്ചാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സ്പിരിറ്റ് ഓഫ് ട്രൂത്തിനെ അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ബേർഡ്സിനെ പോലെയാണ്, പാട്ട് പാടുന്ന ബേർഡ്സിനെ പോലെയാണ് അവരതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദി ഗ്ലോയിങ് സ്റ്റാർസ് അക്കോർഡിംഗ് ടു ദ പോയിറ്റ് ആർ ദ സ്പിരിറ്റ്സ് ഓഫ് ലവ്. അതുപോലെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ അവ പോയറ്റിനെ സംബന്ധിച്ച് എന്താണ്? സ്പിരിറ്റ്സ് ഓഫ് ലവ് ആണ്. ദ സ്ലോ ഫ്ലോയിങ് സ്ട്രീംസ് റിമൈൻഡ് ദ പോയിറ്റ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് പീസ്. അതുപോലെ വളരെ സ്ലോ ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ അരുവി അല്ലെ, ആ അരുവി പോയിറ്റിനെ റിമൈൻഡ് ചെയ്യുന്നത് എന്താണ്? സ്പിരിറ്റ് ഓഫ് പീസ് എന്നുള്ളതാണ്. The poet stands alone in the light of the magical grove, feeling the stars of the spirits of love gather and gleam around her delicate youth. അപ്പോൾ പോയറ്റ് ഒറ്റയ്ക്ക് ആ ഒരു മാജിക്കൽ വുഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പോയറ്റിനെ ഫീൽ ചെയ്യുന്നത് എന്തായിരുന്നു? സ്പിരിറ്റ്സ് ഓഫ് ലവ് ആകുന്ന ആ സ്റ്റാർസ് നമ്മുടെ പോയറ്റിൻ്റെ യൂത്തിനെ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ പോയറ്റ് തികച്ചും എന്ത് തന്നെയാണ്? യൂത്താണ് അല്ലേ, ചെറുപ്പക്കാരിയാണ്. അപ്പം അത്തരത്തിലുള്ള ആ ഒരു ടൈമിൽ പോയറ്റ് പറയുന്നത് അങ്ങനെ തനിച്ച് നിൽക്കുമ്പം എൻ്റെ ചുറ്റിലും ആ നക്ഷത്രങ്ങൾ കൂടി നിന്ന് തിളങ്ങുന്നതായിട്ടാണ് ആ പോയറ്റ് സ്വപ്നത്തിലൂടെ കാണുന്നത്. ഓക്കെ, ഈ ഒരു പോയം നമ്മൾ വായിക്കുമ്പം നമുക്ക് നോർമലി നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പോയത്തിൽ പ്രതിപാദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവയൊക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദെം അപ്പീൽസ് ടു യു മോസ്റ്റ്? ഇതിൽ നിങ്ങളെ കൂടുതൽ എന്താ പറയുക, നിങ്ങളെ തൊട്ടിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വായിക്കുമ്പം. അതിൻ്റെ റീസൺ കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദ ലാസ്റ്റ് വൺ അപ്പീൽസ് ടു മീ മോസ്റ്റ്. I like to imagine standing in the light of the magical grove, feeling stars of the spirit of love gather and gleam around my youth. അപ്പോൾ ഇതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന കാര്യം ആ മാജിക്കൽ ഗ്രൂവിൽ അത്രയും ഭംഗിയുള്ള ആ ഒരു പൂന്തോപ്പിൽ ഞാൻ നിൽക്കുമ്പം എൻ്റെ ചുറ്റിലും അത്രയും തിളങ്ങുന്ന മനോഹരമായിട്ടുള്ള ആ നക്ഷത്രങ്ങൾ എൻ്റെ ചുറ്റിലും കൂടി നിന്ന് എന്നെ വലം വെക്കുന്നതായിട്ട്, എൻ്റെ യൂത്തിനെ ചുറ്റുന്നതായിട്ടുള്ള ആ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്ന കാര്യം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വായിക്കുമ്പോൾ വേറെ പലതും ആവാം സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ആക്ടിവിറ്റി നമ്പർ 3. റീഡ് ദി എക്സ്പ്രഷൻ മാജിക്കൽ വുഡ്. What picture comes to your mind? Discuss in groups and draw pictures in your own way.
അപ്പം ഈ ഒരു പോയം വായിക്കുമ്പം വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് മാജിക്കൽ വുഡ് എന്ന വേർഡ് തന്നെയാണ് ഡെഫിനറ്റ്ലി, അല്ലേ? ആ ഒരു വേർഡിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മാജിക്കൽ വുഡ് എന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചിത്രങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The pictures that come to my mind are a dense forest where birds are singing, sitting on the trees. അപ്പോൾ ഈ ഒരു വേർഡ് പറയുമ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ്. അത്രയും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു കാട്. അതിൽ ഒരുപാട് ബേർഡ്സ് ഉണ്ട്, അവ പാട്ട് പാടുന്നുണ്ട്, അതുപോലെ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ത്രൂ ദ ലീവ്സ് ഐ ക്യാൻ സ്പോട്ട് ദ ഗ്ലോയിങ് സ്റ്റാർസ് ഇൻ ദ സ്കൈ. അപ്പോൾ ഈ ഇലകൾക്കിടയിലൂടെ അത്രയും തിളങ്ങി നിൽക്കുന്ന ആ നക്ഷത്രങ്ങളെ എനിക്ക് സ്പോട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്, എനിക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ത്രൂ ദ ഫോറസ്റ്റ് ഫ്ലോസ് എ ക്രിസ്റ്റൽ ക്ലിയർ സ്ട്രീം ഇൻ വിച്ച് ഐ ക്യാൻ സ്വിം. ഓക്കെ, ആ ഒരു ഫോറസ്റ്റിലൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള, അത്രയ്ക്ക് വെട്ടിത്തിളങ്ങുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രീം ഒഴുകുന്നതായിട്ട് എനിക്ക് കാണാം. അതുപോലെ എനിക്കതിൽ നീന്താനായിട്ടും കഴിയും. The poet gives a clear picture of a magical wood using words. അപ്പോൾ ശരിക്കും ഈ മാജിക്കൽ വുഡ് എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്തിട്ട് ആ ഒരു പോയറ്റ് ശരിക്കും ഒരു വളരെ വൃത്തിയുള്ള ഒരു പിക്ചറാണ് നമ്മുടെ മനസ്സിൽ തരുന്നത്. നമ്മൾ നോർമലി നമ്മൾ ആ ഒരു വേർഡ് പറയുമ്പോൾ, മാജിക്കൽ വുഡ് എന്ന വേർഡ് പറയുന്ന സമയത്ത് തന്നെ തികച്ചും ഒരു മാജിക്കലായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലേ? മാജിക്കൽ എന്ന് പറയുമ്പം നമ്മൾ യാഥാർത്ഥ്യത്തിൽ കാണുന്നതിന് അപ്പുറമായിരിക്കും അവിടെ എന്തെങ്കിലും ഉണ്ടാവുക. സച്ച് വേർഡ് പിക്ചേഴ്സ് ആർ കോൾഡ് ഇമേജറി. ഇങ്ങനത്തെ വേർഡ് പിക്ചറിനെയാണ് നമ്മൾ ഇമേജറി എന്ന് പറയുക. വേർഡ് പിക്ചർ എന്ന് പറയുമ്പം ഒരു വേർഡ് തന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ അനുബന്ധിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇമേജറി എന്ന് പറയുന്നത്. ഓക്കെ, ഇമേജറി മേക്സ് യു ഇമേജിൻ പിക്ചേഴ്സ് ഇൻ യുവർ മൈൻഡ്സ്. അപ്പോൾ ഇമേജറി എന്ന് പറയുമ്പം നമ്മൾ ഒരു വേർഡ് കിട്ടിക്കഴിയുമ്പം നമ്മുടെ മനസ്സിൽ നമുക്ക് ആ ഒരു വേർഡിനെ സംബന്ധിച്ചിട്ടുള്ള ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് ഇമേജിൻ ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് കഴിയും. They appeal to our senses of sight, sound, taste, touch and smell and help us form a mental picture. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ സെൻസിനെയും തൊട്ടറിയുന്ന ഒരു കാര്യമായിരിക്കും ആ ഒരു വേർഡ് എന്ന് പറയുമ്പം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് തരുന്ന പിക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മാജിക്കൽ വുഡ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. ഓക്കെ, പിക്ക് ഔട്ട് ദ ഇമേജസ് ഓഫ് സൈറ്റ് വിഷ്വൽ ഫ്രം ദി പോയം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വിഷ്വൽ സൈറ്റ് ആണ്, അല്ലെങ്കിൽ വിഷ്വൽ ഇമേജസ് ആണ് ഇനി നമ്മൾ ഇതിലേക്ക് എഴുതാൻ പോകുന്നത്. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആ ഒരു ഇമേജ് തെളിഞ്ഞു വരും, ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനെയാണ് നമ്മൾ വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിഷ്വൽ ഇമേജസ് ഈ പോയത്തിൽ നമുക്ക് നോക്കാം. എ ഫൈൻ ഫോറസ്റ്റ്. ഫോറസ്റ്റ് എന്ന് പറയുമ്പം കാട് എന്നാണ് അർത്ഥം, അല്ലേ? അത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പല രൂപത്തിലുള്ള കാടും ഈ മരങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ബേർഡ്സ് ആർ ഫ്ലൈയിങ് ആൻഡ് സിംഗിങ് എന്ന് വെച്ചാൽ പക്ഷികൾ പറക്കുന്നുണ്ട്, പാടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോഴും ആ പാറി പറക്കുന്ന പക്ഷികൾ, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ആ പക്ഷികളുടെ ചിത്രവും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അതൊരു വിഷ്വൽ ഇമേജ് ആണ്. ഗ്ലോയിങ് സ്റ്റാർസ് ഇൻ ദ സ്കൈ. അതുപോലെ ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ. അത് പറയുമ്പോഴും ഒരു ക്ലിയർ ഇമേജ് നമ്മുടെ മനസ്സിൽ വരുന്നില്ലേ? അതുപോലെ നെക്സ്റ്റ്, എ റിവർ ഫ്ലോയിങ് ത്രൂ ദി ഫോറസ്റ്റ്. കാട്ടിലൂടെ ഒരു റിവർ ഫ്ലോ ചെയ്യുന്നുണ്ട്, ഒഴുകി പോകുന്നുണ്ട് എന്ന് പറയുമ്പം ആ ഒരു റിവറിൻ്റെ ചിത്രവും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പോയത്തിൽ കാണുന്ന വിഷ്വൽ ഇമേജസ്. ഓക്കെ, ആക്ടിവിറ്റി നമ്പർ 4. എ ഫ്യൂ പോയറ്റിക് ഡിവൈസസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദം എഗെയിൻസ്റ്റ് ദെയർ കറക്റ്റ് മീനിങ് ഗിവൺ ഇൻ കോളം ബി, ദെൻ കംപ്ലീറ്റ് കോളം സി. അപ്പോൾ ഇവിടെ 3 കോളം തന്നിട്ടുണ്ട്. അതിനു മുൻപ് നമുക്കിവിടെ തന്നിരിക്കുന്ന 4 പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സിമിലി ആണ്, ഒന്ന് മെറ്റഫോർ, ദെൻ പേഴ്സണിഫിക്കേഷൻ, 4ാമത് വരുന്നത് അലിറ്ററേഷൻ. ഓക്കെ, അപ്പം പോയറ്റിക് ഡിവൈസസ് എന്ന കോളത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ വരിക. ആൻഡ് കോളം നമ്പർ ബിയിൽ കൊടുത്തിരിക്കുന്നത് ഈ സിമിലി അർത്ഥമാക്കുന്നത് എന്താണ്, വാട്ട് ദേ സ്റ്റാൻഡ് ഫോർ എന്നുള്ളതാണ് കോളം ബിയിൽ വരുന്നത്. കോളം സിയിൽ ആ പോയറ്റിക് ഡിവൈസ് വരുന്ന നമുക്ക് ഈ പോയത്തിൽ കാണാൻ കഴിയുന്ന എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോളം ബിയിൽ ആദ്യത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. എ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് 2 അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ആസ് എന്ന് പറയുന്നോ വേർഡ് യൂസ് ചെയ്തിട്ട്
ഒട്ടും എന്താണ് ഒരേപോലെ അല്ലാത്ത രണ്ട് കാര്യങ്ങളെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക. ഓക്കെ, ആ ഒരു കാര്യത്തിനെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണെന്നാണ് ആദ്യത്തേത് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? സിമിലിയാണ്. ഓക്കെ, സിമിലി എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസിലാണ് നമ്മൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന വേർഡ്സ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അൺലൈക്ക് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരുപോലെ അല്ലാത്ത രണ്ട് വേർഡ്സിനെ ഒരേപോലെ എന്ന് പറഞ്ഞുകൊണ്ട്, ലൈക്ക് എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് സിമിലിയാണ്. ഈ ഒരു പോയത്തിൽ സിമിലിക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സോൾ ഡീപ്പ് വിഷൻസ് ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ് എന്ന് പറഞ്ഞാൽ, സോൾ ഡീപ്പ് വിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ഒരു എന്താണ്, നമ്മുടെ ആത്മാവിൽ തൊട്ടിട്ടുള്ള ആ ഒരു വിഷൻസിനെ നമ്മുടെ പോയിറ്റ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് പോപ്പി ലൈക്ക് സ്പ്രാങ് എന്ന് പറഞ്ഞാൽ ആ പോപ്പി ഫ്ലവേഴ്സിനെ പോലെയാണെന്നാണ്. വിരിഞ്ഞു നിൽക്കുന്ന ആ പോപ്പി ഫ്ലവർ പോലെയാണ് നമ്മുടെ പോയിറ്റിന്റെ ഉള്ളിലുള്ള ആ ഒരു സോൾ ഡീപ്പ് വിഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ലൈക്ക് എന്ന വേർഡ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നാണ് നമ്മൾ സിമിലിക്ക് യൂസ് ചെയ്യാറുള്ളത്. അവിടെ നമുക്ക് കാണാം ലൈക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കോളം ബിയിൽ രണ്ടാമത് വരുന്നത് എ ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ അൺലൈക്ക് തിങ്സ് സ്റ്റേറ്റിംഗ് ദാറ്റ് വൺ ഈസ് ദി അതർ ഓർ ഡസ് ദി ആക്ഷൻ ഓഫ് ദി അതർ. ഓക്കെ, എന്ന് വെച്ചാൽ സിമിലിയിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ആണ് നെക്സ്റ്റിൽ വരുന്നത്. സിമിലിയിൽ നമ്മൾ പറയുന്നത് എന്താ? ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. രണ്ട് അൺലൈക്ക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു എന്നാണ് സിമിലിയിൽ പറയുന്നത്. രണ്ടാമത് ഇവിടെ തന്നിരിക്കുന്നത് എ ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ അൺലൈക്ക് തിങ്സ്. അത് സെയിം ആണ്. ഒട്ടും ഒരേപോലെ അല്ലാത്ത രണ്ട് കാര്യങ്ങളെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് സ്റ്റേറ്റിംഗ് ദാറ്റ്. അവിടെ ഒന്നുകൂടെ അവർ പറയുന്നുണ്ട് എന്താണ്? വൺ ഈസ് ദി അതർ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് അതും, അത് തന്നെയാണ് ഇതും എന്നുള്ള അർത്ഥം. ഇത് തന്നെയാണ് അതും. ഓക്കെ, അങ്ങനെ നമ്മൾ പറയുമല്ലോ. ഓർ ഡസ് ദി ആക്ഷൻ ഓഫ് ദി അതർ, അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ മറ്റത് കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ അൺലൈക്ക് ആയിട്ടുള്ള ഒട്ടും ചേർച്ചയില്ലാത്ത രണ്ട് വേർഡ്സ് ആണ് എടുക്കുന്നതെങ്കിലും ഈ രണ്ടാമത് പറയുന്ന പോയറ്റിക് ഡിവൈസിൽ നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്ന കാര്യം ഉണ്ടാവില്ലേ? ഇപ്പോൾ രണ്ട് വേർഡ്സ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിൽ ഒരു വേർഡ് എന്ന് പറയുന്നത് മറ്റ് വേർഡ് ചെയ്യുന്ന കാര്യം എന്താണോ അത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതേപോലെയാണ് ഈ സാധനവും എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മെറ്റഫോർ എന്ന് പറയുന്നത്. മെറ്റഫോർ. അപ്പോൾ എക്സാമ്പിൾ കൂടെ പറയുമ്പം കുറച്ചുകൂടി വ്യക്തമാവും. എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നത് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് വർ ദ വേർഡ്സ് ദാറ്റ് സാങ്. ഇവിടെ പക്ഷികളെ അവർ താരതമ്യം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് എന്നാണ്. സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ എന്താ? സത്യത്തിന്റെ ആത്മാവ്. ഓക്കെ, രണ്ടാമത്തെ വേർഡ് ഏതാ? ബേർഡ്സ് എന്നാണ്. ബേർഡ്സ് ദാറ്റ് സാങ്, പാടുന്ന പക്ഷി. ഓക്കെ, അപ്പം സത്യത്തിന്റെ ആത്മാവ് എന്നുള്ളതാണ് ഒരു വേർഡ് പറയുന്നത്. രണ്ടാമത്തത് പാടുന്ന പക്ഷി എന്നുള്ളതാണ്. ഇത് രണ്ടും നമുക്ക് തീർത്തു പറയാം. രണ്ടും രണ്ട് തലത്തിൽ കിടക്കുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇവ രണ്ടും. നമ്മൾക്ക് നോർമലി നമുക്ക് കേൾക്കുമ്പം ഒട്ടും സാമ്യം തോന്നാത്ത അല്ലെങ്കിൽ യാതൊരു വിധത്തിലും ഒരു ചേർച്ചയില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ മെറ്റഫേറിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തും ബേർഡ്സ് ദാറ്റ് സാങ് എന്ന് പറയുന്നതും എങ്ങനെയാണ് ഒരേപോലെ ആവുന്നത്? ഈ ഒരു പോയത്തിൽ നമ്മുടെ പോയറ്റ് പ്രത്യേകം പറയുന്നുണ്ട് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് എന്ന് പറയുമ്പം സത്യത്തിന്റെ ആത്മാവ് എന്നാണ്, അല്ലെ? ആ ആത്മാവ് എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ആ ആത്മാവ് സത്യങ്ങൾ മാത്രമേ വിളിച്ചു പറയുകയുള്ളൂ, അല്ലെ? അവിടെ പോകുന്ന സ്ഥലത്ത് തീർത്തും സത്യങ്ങൾ മാത്രമേ നമ്മൾക്ക് കേൾക്കാനായിട്ട് കഴിയുള്ളൂ. പക്ഷികളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷികൾ എവിടെ പോയാലും അവ എന്ത് ചെയ്യും? പാട്ടുപാടും. പാട്ടുപാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരും പറയുന്നത് എന്താണ്? ട്രൂത്ത് ആണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഇതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. പക്ഷികൾ എവിടെ പോയി കഴിഞ്ഞാലും അതിങ്ങനെ പാടി പറന്നുകൊണ്ട് അവരുടെ ഉള്ളിലുള്ളത് അവർ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പാടിക്കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, അല്ലെ? അതുപോലെയാണ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും എന്താണ്? സത്യം മാത്രമേ പറയുകയുള്ളൂ. ഓക്കെ, അവിടെ കൊടുത്തിരിക്കുന്ന കമ്പാരിസൺ അങ്ങനെയാണ്. അപ്പം ആ ഒരു പോയറ്റിക് ഡിവൈസ് അവിടെ യൂസ് ചെയ്യുന്നത് മെറ്റഫർ ആണ്. അതുപോലെ വേറെയും എക്സാമ്പിൾസ് അതിലുണ്ട്. ഏതൊക്കെയാണ്? സ്പിരിറ്റ്സ് ഓഫ് ലവ് വർ ദ സ്റ്റാർസ് ദാറ്റ് ഗ്ലോഡ്. അതുപോലെ അവിടെ നക്ഷത്രങ്ങളെ ഉപമിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സ്പിരിറ്റ്സ് ഓഫ് ലവ് ആയിട്ടാണ്. സെയിം കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ സ്പിരിറ്റ്സ് ഓഫ് പീസിനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്ട്രീം ആയിട്ടാണ്, അരുവി ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മെറ്റഫറിന് എക്സാമ്പിൾസ് ആണ് ഈ പോയത്തിൽ വരുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തതിൽ
റിപ്പീറ്റഡ് കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ് ഇൻ ദ സെയിം ലൈൻ. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലൈനിൽ സെയിം ലൈനിൽ റിപ്പീറ്റഡ് ആയിട്ട് കോൺസണന്റ് സൗണ്ട്സ് വരുന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു ലൈനിൽ വേർഡ്സ് ഉണ്ടാവുമല്ലോ, ഒരുപാട് വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ആ വേർഡ്സിൻ്റെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കോൺസണന്റ് സൗണ്ട്സ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയുക. ഓക്കെ, അലിറ്ററേഷൻ. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഗാദർ ആൻഡ് ഗ്ലീം എന്ന് കാണാം. അപ്പോൾ ഒരേ ലൈനിൽ വരുന്ന രണ്ട് വേർഡാണ് ഗാദറും ഗ്ലീമും. പക്ഷേ അവിടെ ഗാദർ എന്ന് പറയുന്നത് ഒരു വേർഡാണ്, ഗ്ലീം എന്ന് പറയുന്നത് വേറൊരു വേർഡാണ്. പക്ഷേ രണ്ട് വേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും ജി എന്ന് പറയുന്ന ഒരു ലെറ്ററിലാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? അലിറ്ററേഷൻ ആണ്. ഓക്കെ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ വരുന്നത് ഗിവിങ് ഹ്യൂമൻ ട്രേറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ടു ആൻ ഇൻആനിമേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഒരു വസ്തുവിനെ ഹ്യൂമൻ ക്വാളിറ്റീസ് വെച്ചിട്ട്, എന്ന് വെച്ചാൽ ജീവനുള്ള നമ്മുടെ ഹ്യൂമൻ ക്വാളിറ്റീസ്, നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ക്വാളിറ്റീസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പേഴ്സണിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്കുള്ള ഗുണങ്ങൾ ഒരു ജീവനില്ലാത്ത വസ്തുവിൽ കാണിക്കുക. അതിനെയാണ് നമ്മൾ പേഴ്സോണിഫൈ ചെയ്യുക അല്ലെ പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ, ഐ ഹേർഡ് ദ സോങ്സ് ഓഫ് ദി സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിൻ്റെ പാട്ട് ഞാൻ കേട്ടു എന്നാണ് പറയുന്നത്. സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമുക്കറിയാം എന്താണ്, ഒരിക്കലും ഒരു ഹ്യൂമൻ ട്രേറ്റ് ഉള്ള ഒരു സംഭവമല്ല. സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് തികച്ചും ഇൻആനിമേറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഞാൻ സോങ്സ് കേട്ടു, പാട്ടുകൾ കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു പേഴ്സണിഫിക്കേഷൻ ആണ്. കാരണം അവിടെ നിന്ന് ഒരിക്കലും നമുക്ക് ശബ്ദങ്ങളോ ഒന്നും തന്നെ കേൾക്കാനായിട്ട് കഴിയില്ല. കാരണം സോങ്സ് എന്നൊക്കെ പറയുന്നത് ഒരു ജീവനുള്ള വസ്തുവിൽ നിന്ന് മാത്രം വരുന്ന നമ്മളുടെ ഹ്യൂമൻ ക്വാളിറ്റിയാണ് അതൊക്കെ പറയുന്നത്, സിംഗിങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അവിടെ അപ്പം അങ്ങനെ ഒരു കമ്പാരിസൺ ആണ് നടന്നിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആക്ടിവിറ്റി നമ്പർ 5, ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ 2 കോളംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എ കോളത്തിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡു യു ലൈക്ക് ദി പോയം, വൈ? നിങ്ങൾ ഈ പോയം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ റീസൺ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ആൻസറും തികച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഇതിൽ നമുക്ക് ആൻസർ നോക്കാം. യെസ്, ഐ ഡു ലൈക്ക് ദി പോയം. ദ പോയിറ്റ് എക്സ്പ്രസ്സസ് ഹെർ ഡിസയർ in the form of a dream and describes the idealized place as the magical wood in the land of sleep. I would also like to be there. അപ്പോൾ ഈ ഒരു പോയം തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് നമുക്കൊക്കെ ഇഷ്ടപ്പെടാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഇത് വായിക്കുന്ന സമയത്തായാലും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ പോയിറ്റ് എന്ന് പറയുന്നത് മാജിക്കൽ വുഡ് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തിട്ട് അവർ ശരിക്കും പറയുന്നത് അവരുടെ ഡിസയർ ആണ്. അവർക്ക് അവരുടെ മദർലാൻഡിനോടുള്ള ഒരു അടങ്ങാത്ത അഭിനിവേശം അല്ലെങ്കിൽ അവർക്ക് അതിനോടുള്ള ഒരു ആഗ്രഹം, അതൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മുടെ പോയിറ്റ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ തീം ഓഫ് ദി പോയം? പിക്ക് ഔട്ട് എ ലൈൻ ഇൻ സപ്പോർട്ട് ഓഫ് യുവർ ആൻസർ. ഈ ഒരു പോയത്തിൻ്റെ തീം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ലൈൻ കൂടെ ഈ പോയത്തിൽ നിന്ന് എടുത്തെഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. The theme of the poem is the poet's longing to dwell in an idyllic place devoid of evil or vice. എന്ന് വെച്ചാൽ ഈ പോയത്തിൻ്റെ തീം എന്ന് പറയുമ്പം പോയറ്റിൻ്റെ ഒരു ലോങ്ങിങ് ആണ്, അവരുടെ മനസ്സിലുള്ള ആഗ്രഹം, ഇഷ്ടം, അവരുടെ മദർലാൻഡ് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു പോയറ്റ് ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അല്ലേ. ഒരു ഡെവിൽനെസ്സോ ക്രുവാലിറ്റിയോ ഒന്നുമില്ലാത്ത ഒരു വേൾഡാണ് അവർ സ്വപ്നം കാണുന്നത്. അതാണ് ഈ ഒരു പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുമ്പം ടു quench my longing I bend low by the streams of the spirit of peace that flow in that magical wood in the land of sleep എന്ന് പറയുമ്പോൾ അവസാനം നമ്മുടെ പോയിറ്റ് പറയുന്നുണ്ട്, എൻ്റെ ഒരു ഡിസയർ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടം എനിക്ക് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ അരുവിയിലൂടെ ഞാൻ സ്വപ്നത്തിൽ കാണുന്ന ഇമേജിനേറ്റീവ് ആയിട്ടുള്ള ആ ഒരു മാജിക്കൽ വേൾഡിലൂടെ ഒഴുകുന്ന ആ അരുവിയിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. സ്പിരിറ്റ്സ് ഓഫ് പീസ്, സമാധാനമാകുന്ന ആ അരുവിയിൽ നിന്ന് ഞാൻ വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് ഡ്രിങ്ക് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം ശമിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ അവർ തീർത്തും ആഗ്രഹിക്കുന്നത് എന്താണ്, അത്തരത്തിലുള്ള ഒരു മദർലാൻഡ് ആണ് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. അതിൻ്റെ സപ്പോർട്ടിംഗ് ലൈൻ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇൻ യുവർ ഒപ്പീനിയൻ ഈസ് ദ ഡ്രമാറ്റിക് സിറ്റുവേഷൻ ഓഫ് ദി പോയം? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു പോയത്തിൽ നിങ്ങൾക്ക് വളരെ വിചിത്രമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
Soul deep in visions that poppy like sprang, this line brings a strong sensual imagery. എന്ന് പറഞ്ഞാൽ ഇവിടെ പോപ്പി ഫ്ലവേഴ്സിനെ അവർ കമ്പയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ താരതമ്യം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സോൾ ഡീപ്പ് ഇൻ വിഷൻസ് എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള അവരുടെ ഉള്ളിൽ കണ്ടിരിക്കുന്ന ആ കാഴ്ച എന്ന് ഇവിടെ പറയുന്നത് മദർലാൻഡിനെ കുറിച്ച് അവർ പറയുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ടല്ലോ. ആ പറയുന്ന കാര്യങ്ങളെ വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള, ലവബിൾ ആയിട്ടുള്ള ആ കാര്യങ്ങളെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത് പോപ്പി ആയിട്ടാണ്. എന്ന് വെച്ചാൽ ആ പൂവുമായിട്ടാണ്. ആ പൂവിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ടോക്സിക് അല്ല, വിഷാംശമുള്ള ഒരു പൂവല്ല, അത്രയും വളരെ എന്താ പറയുക സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. അത് വെച്ചിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ശരിക്കും ആ ഒരു കമ്പാരിസൺ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലൈന് ഇവിടെ ആ ഒരു പോയറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻഷ്യൽ ഇമേജ് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ സെൻസിനെയും തൊടുന്ന തരത്തിൽ അത് വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കണ്ണിലായാലും നമ്മൾ കേൾക്കുന്ന ശബ്ദമായാലും എന്തൊക്കെ ആയാലും അതിനെ ടച്ച് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമേജറിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങളിതിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലൈൻ ഏതാണ്? അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. I like the last line most. I like it most because I like to imagine myself standing in the light of the magical grove, feeling stars of the spirits of love gather and gleam around my youth. ഈ ഒരു പോയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻ ഏതാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ലൈനാണ്. കാരണം ആ ഒരു ലൈനിൽ കറക്റ്റ് നമുക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ്? നമ്മൾ ആ ഒരു ഗ്രോവിൽ, മാജിക്കൽ ഗ്രോവിൽ തനിച്ച് നിൽക്കുന്ന സമയത്ത് ആ സ്പിരിറ്റ്സ് ഓഫ് ലവ് ആകുന്ന സ്റ്റാർസ് മുഴുവൻ എൻ്റെ ചുറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? തിങ്ങിത്തിളങ്ങി ഇങ്ങനെ ചുറ്റിലും നിൽക്കുന്നുണ്ട്. ആ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമേജാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ടാവാം. അതിനെക്കുറിച്ച് എടുത്തിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് മെസ്സേജസ് ഡസ് ദ പോയം കൺവേ? ഈ ഒരു പോയം കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്താണ്? നമുക്ക് തരുന്ന ഒരു സന്ദേശം എന്താണ്? ദ മെസ്സേജ് ദ പോയം കൺവേ ഈസ് ദാറ്റ് വി ഷുഡ് ഹാവ് എ വേൾഡ് വിത്ത് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, ലവ് ആൻഡ് പീസ് ഓൾ ദി ടൈം. നമുക്ക് ലഭിക്കുന്ന മെസ്സേജ് വേറൊന്നുമല്ല, വി ഷുഡ് ഹാവ് എ വേൾഡ് വിത്ത് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോകം വേണം, ഒരു വേൾഡ് വേണം, ഒരു ഭൂമി വേണം. എങ്ങനെയുള്ള ഭൂമി ആയിരിക്കണം? വിത്ത് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. അവിടെ സത്യത്തിൻ്റെ ആത്മാവ് ഉണ്ടാവണം, അതുപോലെ സ്നേഹത്തിൻ്റെ ആത്മാവ് ഉണ്ടാവണം, അതുപോലെ സമാധാനത്തിൻ്റെ ആത്മാവ് ഉണ്ടാവണം. വളരെ കുറച്ച് ടൈമിൽ മാത്രമല്ല, എപ്പോഴും, എല്ലാ കാലവും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെസ്സേജാണ് നമുക്ക് ഈ ഒരു പോയം തരുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ പോയം റിലേറ്റഡ് ടു ഇറ്റ്സ് തീം? ഈ ഒരു പോയത്തിൽ പറഞ്ഞിരിക്കുന്ന തീമുമായിട്ട് എങ്ങനെയാണ് ഈ പോയത്തിൻ്റെ ടൈറ്റിൽ കണക്റ്റഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് സിക്സ്ത് ക്വസ്റ്റ്യൻ. The title of the poem is related to its theme. ഈ പോയത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? സോങ് ഓഫ് എ ഡ്രീം എന്നുള്ളതാണ്. ഒരു സ്വപ്നത്തിൻ്റെ സംഗീതം അല്ലെങ്കിൽ പാട്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത്. The poet tells us about an idyllic place where she finds love. അപ്പോൾ ഇവിടെ പോയറ്റ് നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? അവർ കണ്ടിരിക്കുന്ന ഒരു പ്ലേസിനെ കുറിച്ചാണ്, അവർ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്ന ഒരു പ്ലേസിനെ കുറിച്ചാണ്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ നിന്ന് സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. സച്ച് എ പ്ലേസ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ഇൻ വൺസ് ഡ്രീം. അത്തരത്തിലുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും റിയാലിറ്റിയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഡിഫിക്കൽട്ടാണ്. കാരണം ഒരാളുടെ സ്വപ്നത്തിൽ മാത്രമേ ഇത്രത്തോളം ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്ലേസ് നമുക്ക് കാണാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? സോങ് ഓഫ് എ ഡ്രീം എന്നാണ്, സ്വപ്നം എന്ന് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീമും അതുപോലെ പോയത്തിൻ്റെ ടൈറ്റിലും ഇങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്. അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയറ്റ് ഈസ് റിവീൽഡ് ഇൻ ദി പോയം? ഈ ഒരു പോയത്തിൽ നമ്മുടെ പോയറ്റിൻ്റെ എന്ത് തരത്തിലുള്ള എപ്രകാരമുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പോയറ്റിൻ്റെ എപ്രകാരമുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു പോയത്തിൽ റിവീൽഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The poet longs to dwell in an idyllic place marked by the absence of any evil or vice. Moreover, she considers truth, love and peace as the key ingredient of a peaceful world. ഈ ഒരു പോയത്തിൽ ത്രൂ ഔട്ട് നമ്മൾ കാണുന്നത് എന്താണ്? ഒട്ടും ഒരു ക്രുവാലിറ്റിയോ ഒരു പ്രശ്നങ്ങളോ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്ത, ഒക്കെ ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേൾഡിനെ കുറിച്ചാണ് ഈ ഒരു പോയത്തിൽ നമ്മളോട് പോയിട്ട് പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിലുപരി എന്താണ്? ഷീ കൺസിഡേഴ്സ്,
ആ പോയറ്റ് കൺസിഡർ ചെയ്തിരിക്കുന്ന അവർ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ട്രൂത്ത്, സത്യം, അതുപോലെ സ്നേഹം, അതുപോലെ സമാധാനം. ഒരു സമാധാനപരമായ വേൾഡിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ട്രൂത്ത്, അതുപോലെ ലവ് ആൻഡ് പീസ് എന്നുള്ളതാണ്. അപ്പം അവരുടെ ഉള്ളിലുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ആക്ടിവിറ്റി 5 ആ ബി ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. നൗ റൈറ്റ് an appreciation of the poem. You may get ideas from the sample guidelines below. ഇനി ഈ ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. ഈ ഒരു ഓർഡർ അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്രിസിയേഷൻ എഴുതാവുന്നതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരിക ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പം ആമുഖമാണ്. അതിൽ അബൌട്ട് ദി ഓദർ, ഒന്ന് ഓദറെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതണം. രണ്ടാമത്തേത് ഇൻട്രൊഡക്ഷനിൽ വരിക അതിൻ്റെ മെയിൻ തീമാണ്. അതിൽ പ്രധാനപ്പെട്ട അതിൻ്റെ തീം എന്താണ് എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് വരിക ലിറ്ററൽ മീനിങ് ആണ്. ലിറ്ററൽ മീനിങ് എന്ന് പറയുമ്പം അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പദപ്രയോഗങ്ങളാണ്. അതൊരിക്കലും എന്താവില്ല, ഫിഗറേറ്റീവ് ആയിരിക്കില്ല, നോൺ ഫിഗറേറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ ആലങ്കാരികമായിട്ടൊന്നും തന്നെ അവിടെ ഉണ്ടാവില്ല. തികച്ചും ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ഫ്രേസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമേജറി ആണ്. ഇമേജറിയിൽ വരുമ്പം ഇമേജസ് ഉണ്ടാവും, അതുപോലെ ദെയർ മീനിങ്, അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. നെക്സ്റ്റ് ലിറിക്കൽ ക്വാളിറ്റീസ് എന്ന് പറയുമ്പം ആ വേർഡ്സ് ഓരോ ലൈൻസിനെ ആസ്പദമാക്കിയിരിക്കും. അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്, അതിൻ്റെ റൈം സ്കീം എങ്ങനെയാണ്, അലിറ്ററേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ലിറിക്കൽ ക്വാളിറ്റീസിൽ വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഫിഗറേറ്റീവ് മീനിങ് ആകുമ്പോൾ ആലങ്കാരികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലാണ് നമ്മുടെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ ഉൾപ്പെടുക. അതിൽ സിമിലി ഉണ്ടാവാം, മെറ്റഫർ ഉണ്ടാവാം, പേഴ്സണിഫിക്കേഷൻ ഉണ്ടാവാം, അലിറ്ററേഷൻ ഉണ്ടാവാം. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ നമ്മൾ ഒരു കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ മെസ്സേജാണ്. മെസ്സേജസ് കൺവേഡ്, ആ പോയത്തിൽ നമുക്ക് തന്നിരിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്, അതുപോലെ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ, അതിനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവണം. ഫൈനലി ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൺക്ലൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആ നിഗമനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഇവാലുവേഷൻ ഓഫ് ദി പോയം. ആ പോയത്തിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് എഴുതുന്ന കാര്യമാണ് ആ ലാസ്റ്റിൽ വരുന്നത്. നമുക്കതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. അതിൽ സോങ് ഓഫ് എ ഡ്രീം ഈസ് എ ബ്യൂട്ടിഫുൾ ലിറിക് റിട്ടൺ ബൈ സരോജിനി നായിഡു. സോങ് ഓഫ് എ ഡ്രീം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ്. എഴുതിയിരിക്കുന്നത് സരോജിനി നായിഡു ആണ്. അതിൽ നിങ്ങൾക്ക് ഓഥറെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. It illustrates the poet's longing to dwell in an idyllic place marked by the absence of any evil or vice. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ തീം എന്ന് പറയുമ്പം തീർത്തും എന്താണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഒട്ടും എന്താണ് ഒരു ഈവിൾനെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു വേൾഡാണ് ഇവിടെ നമ്മുടെ പോയറ്റ് നമുക്ക് മുന്നിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഷീ എക്സ്പ്രസസ് ഹെർ ഡിസയർ ഇൻ ദ ഫോം ഓഫ് എ ഡ്രീം ആൻഡ് ഡിസ്ക്രൈബ്സ് ദ ഐഡിയലൈസ്ഡ് പ്ലേസ് ആസ് ദ മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്. അപ്പോൾ അവർ കാണുന്ന ഒരു സ്വപ്നം, ആ സ്വപ്നത്തിൽ അവർ കണ്ടിരിക്കുന്ന ഒരു മാജിക്കൽ വുഡ്, അതിൽ അവർ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഹെർ ഇമാജിനേറ്റീവ് വേൾഡ് ദ അബ്സ്ട്രാക്ട് ഐഡിയാസ് ഓഫ് ട്രൂത്ത്, ലവ് ആൻഡ് പീസ് ആർ ക്ലിയർലി നോട്ടിസബിൾ. അപ്പോൾ ഇത് തീർത്തൊരു ഇമാജിനേറ്റീവ് വേൾഡ് തന്നെയാണ് അല്ലെ, സ്വപ്നത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വേൾഡിൽ ശരിക്കും ട്രൂത്ത് എന്താണ്, ലവ് എന്താണ്, പീസ് എന്താണ്, ഇതിൻ്റെയൊക്കെ അർത്ഥം വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ പോയറ്റ് ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് പാരഗ്രാഫ്. ഇൻ ദ പോയറ്റ്സ് ഡ്രീം ട്രൂത്ത് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു സിംഗിങ് ബേർഡ്സ്. അപ്പോൾ ഈ ഒരു നമ്മുടെ പോയറ്റ് കാണുന്ന സ്വപ്നത്തിൽ സത്യം എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത് സിംഗിങ് ബേർഡ്സ് ആയിട്ടാണ്, പാടുന്ന പക്ഷികളെ ആയിട്ടാണ് ഇവിടെ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു വേർഡിനെ നമ്മുടെ പോയറ്റ് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത്. ഇൻ ടു ഗ്ലോയിങ് സ്റ്റാർസ് ആൻഡ് പീസ്. ലവ് എന്ന് പറയുന്നതിന് എങ്ങനെയാണ്, ഗ്ലോയിങ് സ്റ്റാർസ്, തിളങ്ങുന്ന നക്ഷത്രങ്ങളായിട്ടാണ് ലവിനെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് പോയറ്റ്. അതുപോലെ പീസിനെ ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത് ഫ്ലോയിങ് സ്ട്രീംസ് ആയിട്ടാണ്, ഒഴുകുന്ന നദിയായിട്ടാണ് സമാധാനത്തിൻ്റെ ആത്മാവിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വി ക്യാൻ സീ ദാറ്റ് ദ പോയറ്റ് പെർസീവ്സ് ദ അബ്സ്ട്രാക്ട് ഐഡിയാസ് ഓഫ് ലവ്, ട്രൂത്ത് ആൻഡ് പീസ് ത്രൂ ഹെർ സെൻസസ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഇതൊക്കെ ഓരോ ക്വാളിറ്റീസ് ആണ്. ട്രൂത്ത് എന്ന് പറയുന്നതും ലവ് എന്ന് പറയുന്നതും പീസ് എന്ന് പറയുന്നതൊക്കെ ഒരു വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് അല്ലേ. അപ്പോൾ ഇവയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത് തീർത്തും എന്താണ്, ഒരു ഇമേജിനറി ലെവലിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ, ട്രൂത്തിനെ പറഞ്ഞിരിക്കുന്നത് സിംഗിങ് ബേർഡ്സ് ആയിട്ടാണ്, അതുപോലെ ലവിനെ സ്റ്റാർസ് ആയിട്ടാണ്, പീസിനെ സ്ട്രീംസ് ആയിട്ടാണ്.
അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ സിംഗിങ് ബേർഡ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവയുടെ പാട്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ സ്നേഹത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർസ് ആയിട്ടാണ്, തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, നമുക്ക് കണ്ണുകൊണ്ട് അതിനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. അതുപോലെ പീസ് എന്ന് പറയുമ്പോൾ എന്താ, ഫ്ലോയിങ് സ്ട്രീം ആണ്, ഒഴുകുന്ന നദിയാണ്, നമുക്കതിനെ തൊട്ടറിയാൻ കഴിയും, അതുപോലെ അതിനെ നമുക്ക് കാണാൻ കഴിയും, അതിൻ്റെ ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ എന്താണ്, ത്രൂ ഹെർ സെൻസസ്, അവരുടെ സെൻസിലൂടെയാണ് അവർ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത്. The poem brings the auditory image, birds that sang, as well as visual image, stars that glowed and streams of peace flowed through the land. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇമേജസ് കാണാം, ഓഡിറ്ററി ഇമേജസും കാണാം, അതുപോലെ വിഷ്വൽ ഇമേജസും കാണാം. ഓഡിറ്ററി ഇമേജ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ വേർഡ് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആ ഒരു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം നമുക്ക് കേൾക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ പക്ഷികൾ പാടുന്നു എന്ന് പറയുമ്പം ആ പാട്ട് കേൾക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ നമുക്ക് വരും. അതിനെയാണ് നമ്മളിവിടെ ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നത്. ഇവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്ന ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നതും അത് തന്നെയാണ്, ബേർഡ്സ് ദാറ്റ് സാങ്, പാടുന്ന പക്ഷികൾ എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്ന ഓഡിറ്ററി ഇമേജ്. അതുപോലെ വിഷ്വൽ ഇമേജും യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർസ് ദാറ്റ് ഗ്ലൗഡ് ആൻഡ് ദ സ്ട്രീംസ് ഓഫ് പീസ് ഫ്ലോഡ് ത്രൂ ദി ലാൻഡ്, തിളങ്ങുന്ന നക്ഷത്രം, അതുപോലെ ഒഴുകുന്ന അരുവി എന്നൊക്കെ പറയുമ്പം നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാനായിട്ട് അതിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഈ രണ്ട് ഇമേജസ് കൂടെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. The poet brings in strong sensual imagery throughout the poem. അപ്പോൾ വളരെ എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ നമ്മുടെ മനസ്സിൽ അത്രയും സ്ട്രൈക്ക് ചെയ്യുന്ന സെൻഷ്യൽ ഇമേജറി ഈ പോയത്തിൽ ത്രൂ ഔട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. The use of the simile, നെക്സ്റ്റ് പാരഗ്രാഫ് ആട്ടോ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫിഗറേറ്റീവ് ലാംഗ്വേജസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമേജസ് ഒക്കെ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ വരുന്നത് സിമിലി വരുന്നുണ്ട്, പോപ്പി ലൈക്ക് സ്പ്രാങ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അവരുടെ സോൾഫുൾ വിഷനെയാണ് അവർ പോപ്പി ഫ്ലവേഴ്സും ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്, അതൊരു സിമിലിയാണ്. ദ പോയിറ്റ് ഓൾസോ യൂസസ് മെറ്റഫേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെ ബേർഡ്സ് ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്, അതുപോലെ നമ്മുടെ സ്പിരിറ്റ്സ് ഓഫ് ലവിനെ ഗ്ലോയിങ് സ്റ്റാർസ് ആയിട്ട്, അതുപോലെ സ്പിരിറ്റ്സ് ഓഫ് പീസിനെ ഫ്ലോയിങ് സ്ട്രീംസ് ആയിട്ട്. ഇതൊക്കെ ആഡ് ചെയ്തിരിക്കുന്ന എന്തിനാണ്, ഈ ഒരു പോയത്തിൻ്റെ ഭംഗി വളരെയധികം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസസ് ഒക്കെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ Song of the Spirits of Truth is an instance of personification. ഇവിടെ അതുപോലെ പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ് കൂടെ നമുക്ക് കാണാം. കാരണം ബേർഡ്സ് പാടുന്ന പാട്ടിനെ നമ്മളിവിടെ ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെ കുറിച്ചാണ്, സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. ഓക്കെ, അപ്പം സത്യത്തിൻ്റെ ആത്മാവ് എന്നുള്ളതിനെയാണ് ഇവിടെ പേഴ്സണിഫൈ ചെയ്തിരിക്കുന്നത്. എങ്ങനെ, പക്ഷികളുടെ പാട്ടുമായിട്ട്. അപ്പോൾ പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇമേജറി വരുന്നുണ്ട്. നെക്സ്റ്റ്, the alliterative lines long in the light, gather and gleam etc. bring a sense of rhythm in the poem. അതുപോലെ alliteration കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് ലൈൻസും കൊടുത്തിട്ടുണ്ട്. ലോൺ ഇൻ ദ ലൈറ്റ്, അതിൽ എൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഗ്യാദർ ആൻഡ് ഗ്ലീം, അതിൽ ജി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം പോയത്തിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റിതം കൂടെ ഇങ്ങനെയുള്ള ലൈൻസ് അലിട്രേഷൻ യൂസ് ചെയ്യുന്നതോടുകൂടി കിട്ടുന്നുണ്ട്. So, we can say that through her brilliant imagination, Naidu lends tangibility to abstract ideas. അപ്പോൾ നമ്മുടെ പോയിറ്റിൻ്റെ വളരെ ബ്രില്യൻറ്റ് ഇമാജിനേഷനിലൂടെ നമ്മുടെ പോയിറ്റ് നമുക്ക് തരുന്ന അല്ലെങ്കിൽ കാണിച്ചു തരുന്ന, വളരെ ഡയറക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്ന ഒരു കാര്യം എന്താണ്, നമുക്ക് നമ്മുടെ വേൾഡിന് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ആ ഐഡിയാസ് ആണ്, അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് ആണ് നമ്മുടെ പോയിറ്റ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. എ റീഡർ എൻജോയ്സ് ദ വാക്ക് ത്രൂ ദ ഹെവൻലി വേൾഡ് ആസ് ഇമേജിൻ ബൈ ദി പോയിറ്റ്. ഇവിടെ പോയിറ്റാണ് ഇമേജിൻ ചെയ്തിരിക്കുന്നത് അത്രയും ഹെവൻലി ആയിട്ടുള്ള ഒരു വേൾഡ് അല്ലേ. ശരിക്കും നമ്മൾ ഈ ഒരു പോയം വായിക്കുമ്പം അത്തരത്തിലുള്ള ഒരു ഹെവൻലി വേൾഡിലൂടെ നമ്മളും യാത്ര ചെയ്യുന്നതായിട്ട് നമുക്കൊരു ഫീല് വരുന്നുണ്ട്. അത്രയ്ക്ക് രസമാണ് ഇതിലെ വരികളും ആ ഒരു പോയമൊക്കെ. The poem shouldn't, however, be read merely as an expression of a random dream or thought. It can also be interpreted as the poet's vision for her motherland. In 1905, when the poem first appeared in the collection of songs and poems published as The Golden Threshold, India was a British colony. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മൾ ബി റീഡ് മിയർലി ആസ് എൻ എക്സ്പ്രഷൻ ഓഫ് എ റാൻഡം ഡ്രീം ഓർ തോട്ട്. അപ്പം അവരുടെ ആ ഒരു സ്വപ്നം, അവരുടെ ആ ഒരു തോട്ട് വളരെ വ്യക്തമായിട്ടാണ് അവർ നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വളരെ കീനായിട്ട് തന്നെയാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് അല്ലേ. അതുപോലെ ഈ ഒരു പോയത്തിൽ
പോയറ്റിൻ്റെ വിഷനാണ് എന്നുവെച്ചാൽ നമ്മുടെ മദർലാൻഡ്, നമ്മുടെ ഭൂമി എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു വിഷന്, ആ ഒരു അതിനോട് അടങ്ങാത്ത ആ ഒരു സ്നേഹം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്തരത്തിലുള്ള ഒരു മദർലാൻഡാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പോയത്തിൽ അവർ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ in 1905 1905 when the poem first appeared in the collection of songs and poem published as the golden threshold അത് നിങ്ങൾ വളരെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം ഈ ഒരു പോയം വന്നിരിക്കുന്ന കളക്ഷൻ ഓഫ് പോയംസിൽ പെട്ട ഒരു പോയമാണിത്. അത് തന്നിരിക്കുന്ന ആ ഒരു കളക്ഷൻ ഓഫ് ബുക്കിനെ, ആ ഒരു പോയത്തിനെ നെയിം ചെയ്തിരിക്കുന്നത് ദ ഗോൾഡൻ ത്രഷോൾഡ് എന്നാണ് കേട്ടോ. ചിലപ്പോൾ വൺ വേർഡ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ്. ഈ ഒരു പോയം ഏത് കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് അവരിങ്ങനെ എഴുതുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു കേട്ടോ. അപ്പം നമുക്ക് സ്വാതന്ത്ര്യമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നായിഡു വാസ് നോട്ട് ഓൺലി എ പോയിറ്റ് ബട്ട് ഓൾസോ ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ്. അപ്പോൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വളരെ എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു നമ്മുടെ സരോജിനി നായിഡു എന്ന് പറയുന്നത്. Therefore, the place imagined in the poem can also be described as Naidu's vision of India. അതുകൊണ്ട് തന്നെ ഈ പോയത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തെ കുറിച്ച് കുറേ ഗുണങ്ങളും നന്മകളൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ വളരെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അവർ ശരിക്കും ആ ഒരു സ്വപ്നത്തിലൂടെ അവർ കണ്ട ഭൂമിയെക്കുറിച്ച് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. She wants to dwell in an India that is ruled by the ideas of love, peace and truth and that is free from hatred, oppression and violence. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ സ്വപ്നം കാണുന്ന ആ ഒരു ഇന്ത്യ, അവരെന്നല്ല സരോജിനി നായിഡു ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയും തന്നെയാണ് അല്ല. അപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്ന ആ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇന്ത്യയെ ഭരിക്കേണ്ടത് വേറെ ആരുമല്ല, സ്നേഹവും സമാധാനവും സത്യസന്ധതയും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിറഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവയൊക്കെയാണ്. അതുപോലെ ഇന്ത്യയിൽ തീർച്ചയായിട്ടും നമ്മുടെ മദർലാൻഡിൽ ഒരിക്കലും ഒരു വിദ്വേഷമോ ശത്രുതയോ വൈരാഗ്യമോ അല്ലെങ്കിൽ വയലൻസോ ഓപ്പറേഷനോ ഒന്നും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല. അത്തരത്തിലുള്ള ഒരു വേൾഡാണ് സരോജിനി നായിഡു ആയാലും നമ്മളായാലും ഒക്കെ സ്വപ്നം കാണുന്നത്. ഓക്കെ.